പോപ്സ് ഡൗൺ ദി ഏജസ്. മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ. യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരിലൂടെ നീളുന്ന വിശുദ്ധ സഭയുടെ ചരിത്രത്തിലേക്ക് ഒരെത്തിനോട്ടം. പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭയുടെ പടനായകന്മാരെ ഓർത്തെടുക്കുവാനുള്ള ഒരു എളിയ സംരംഭമാണ് മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ, പോപ്സ് ഡൗൺ ദി ഏജസ്. ഏവർക്കും സ്വാഗതം. റോമൻ സാമ്രാജ്യം ഒരു ഭീകരമായ മഹാമാരിയുടെയും പീഡനങ്ങളുടെയും നിഴലിലായിരുന്ന കാലത്താണ് വിശുദ്ധ ലൂസിയസ് ഒന്നാമൻ സഭയുടെ 22ാമത്തെ മാർപ്പാപ്പയായി സ്ഥാനമേൽക്കുന്നത്. സ്ഥാനമേറ്റ ഉടൻ തന്നെ നാടുകടത്തപ്പെട്ടെങ്കിലും അത്ഭുതകരമായി റോമിലേക്ക് മടങ്ങി വരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. തെറ്റുപറ്റിയവരെ തള്ളിക്കളയാതെ അവർക്ക് മാപ്പ് നൽകി സഭയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ അദ്ദേഹം കാണിച്ച ധീരതയും കരുണയുമാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. തന്റെ ചെറിയ ഭരണകാലം കൊണ്ട് സഭയുടെ ഐക്യത്തിന് വലിയ അടിത്തറയിട്ട ഒരു ധീരനായ ഇടയന്റെ കഥയാണിത്. AD 253 ജൂണിൽ പൊർഫിറിയസിന്റെ മകനായ ലൂസിയസ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് റോമൻ സാമ്രാജ്യത്തിൽ സിപ്രിയൻ പ്ലേഗ് എന്ന മഹാമാരി പടർന്നു പിടിക്കുകയായിരുന്നു. ഈ രോഗത്തിന് കാരണം ക്രിസ്ത്യാനികളാണെന്ന് കുറ്റപ്പെടുത്തിയ ട്രെബോണിയാനസ് ഗാലസ് ചക്രവർത്തി പുതിയ മാർപ്പാപ്പയെ ഉടൻ തന്നെ നഗരത്തിൽ നിന്ന് നാടുകടത്തി. എന്നാൽ ചക്രവർത്തിയുടെ അപ്രതീക്ഷിത മരണത്തെ തുടർന്ന് ലൂസിയസിന് റോമിലേക്ക് മടങ്ങുവാൻ അനുവാദം ലഭിച്ചു. അദ്ദേഹത്തിന്റെ മടങ്ങിവരവ് വിശ്വാസികൾ വലിയ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ആഫ്രിക്കയിലെ ബിഷപ്പായ വിശുദ്ധ സിപ്രിയൻ അദ്ദേഹത്തിന് ഒരു കത്തയച്ചു. കഷ്ടപ്പാടുകൾക്കിടയിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ലൂസിയസിനെ ഉറച്ച സാക്ഷ്യം നൽകിയവൻ എന്ന് അദ്ദേഹം ആ കത്തിൽ വിശേഷിപ്പിച്ചു. സഭയിലെ ഏറ്റവും വലിയ തർക്കം പീഡനകാലത്ത് വിശ്വാസം ഉപേക്ഷിച്ചു പോയവരെ തിരികെ സ്വീകരിക്കണമോ എന്നതായിരുന്നു. ലൂസിയസ് ഇതിൽ കരുണാർദ്രമായ നിലപാടെടുത്തു. പശ്ചാത്തപിക്കുന്നവർക്ക് സഭയുടെ വാതിലുകൾ എപ്പോഴും തുറന്നിരിക്കണമെന്നും ശരിയായ പ്രായശ്ചിത്തത്തിന് ശേഷം അവരെ തിരികെ സ്വീകരിക്കണമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. സഭയെ തകർക്കുവാൻ ശ്രമിച്ച തീവ്രവാദികളെ അദ്ദേഹം ഇതിലൂടെ പ്രതിരോധിച്ചു. സഭയുടെ സുതാര്യതയ്ക്കായി അദ്ദേഹം ചില നിയമങ്ങൾ കൊണ്ടുവന്നു. ഒരു ബിഷപ്പിന്റെ കൂടെ എപ്പോഴും 2 പുരോഹിതന്മാരും 3 ഡീക്കന്മാരും സാക്ഷികളായി കൂടെ ഉണ്ടാകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അദ്ദേഹത്തിന്റെ ഭരണം വെറും 8 മാസമേ നീണ്ടു നിന്നുള്ളൂവെങ്കിലും സഭയുടെ ഐക്യവും കരുണയും കാത്തു സൂക്ഷിക്കുന്നതിൽ ലൂസിയസ് മാർപ്പാപ്പ വലിയ വിജയം നേടി. AD 254 മാർച്ചിൽ ലൂസിയസ് മാർപ്പാപ്പ അന്തരിച്ചു. പിന്നീട് 19ാം നൂറ്റാണ്ടിൽ കലിക്സ്റ്റസ് സെമിത്തേരിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് കൊത്തിയ കല്ലറ കണ്ടെത്തുകയുണ്ടായി. പീഡനങ്ങളെയും നാടുകടത്തലിനെയും അതിജീവിച്ച് സഭയുടെ കാരുണ്യം കാത്തുസൂക്ഷിച്ച ഒരു ധീരമായ ഓർമ്മയായി വിശുദ്ധ ലൂസിയസ് ഇന്നും തിളങ്ങി നിൽക്കുന്നു.